ദഹന ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ നമ്മൾ മലയാളികളൊക്കെ ചെയ്യുന്ന ഒരു റോങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വെറും വയറ്റിൽ ചായ കാപ്പി, എസ്പെഷ്യലി പാലൊഴിച്ചിട്ടുള്ള ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നുണ്ട്. അത് കുടിക്കുമ്പം തന്നെ നമുക്ക് ഒരു അസിഡിറ്റി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. നെഞ്ചരിച്ചിലായിട്ടും എരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് കൂടാനുള്ള സാധ്യതയാണ്. അപ്പം നമ്മൾ വെറും വയറ്റിൽ ഇത്തരം ചായ കാപ്പി ശീലങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക. പകരം നമ്മൾ വെറും വയറ്റിൽ ഒരു ചെറു ചൂടുവെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഈ ബെഡ് കോഫി ഒക്കെ കുടിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ട്രിഗർ ചെയ്യാനുള്ള ടെൻഡൻസീസ് ഉണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ചെറു കട്ടൻ ചായ ഒക്കെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ദഹനത്തിന് അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നില്ല. അതേപോലെ തന്നെ വെറും വയറ്റിൽ നമ്മൾ ഈ ഫ്രൂട്ട് ജ്യൂസസ്, ഫ്രൂട്ട്സ് ഒക്കെ അമിതമായിട്ട് കഴിക്കുക, മധുര പലഹാരങ്ങളൊക്കെ അമിതമായിട്ട് വെറും വയറ്റിൽ കഴിക്കുമ്പോഴും അസിഡിറ്റി ബുദ്ധിമുട്ടുകൾ ട്രിഗർ ചെയ്യാനുള്ള ടെൻഡൻസീസ് ഉണ്ട്. അപ്പം വെറും വയറ്റിൽ ഇത്തരം കഫീനേറ്റഡ് ഡ്രിങ്ക്സ്, സ്പൈസി അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള ആഹാരങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള വാട്ടർ ഇൻടേക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക.